പാശ്ചാത്യ ശക്തികൾക്കുള്ള ശക്തമായ താക്കീത് വന്നിരിക്കുന്നു. മറ്റെവിടെ നിന്നുമല്ല, മോദി പുടിൻ സഖ്യത്തിൽ നിന്നാണ്. എന്താണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത്? മോദിയും പുടിനും ചേർന്ന് നടത്തുന്ന ആ വൻ നീക്കം എന്താണ്? നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു വാർത്ത പടരുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നു എന്നും സൗദി അറേബ്യയും ഇറാഖിനെയും കൂടുതൽ ആശ്രയിക്കുന്നു എന്നും ഇനി വെനസ്വേലയിൽ നിന്നുമായിരിക്കും വാങ്ങുകയെന്നൊക്കെ. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയുടെ ഏറ്റവും വലിയ വിപണിയായി മാറിയ ഇന്ത്യ റഷ്യയെ തഴയുന്നു എന്ന വാർത്ത അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വലിയ ആഘോഷമാക്കി. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് തന്നെ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യ ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ വ്യാപാരം ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോവുകയാണെന്നുമാണ് ക്രൈംലിൻ വ്യക്തമാക്കുന്നത്. അതായത് പുറത്തു വരുന്ന വാർത്തകളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യൻ എണ്ണയെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ഉത്തരം ലളിതമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യം. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അത് സുവർണാവസരമാക്കി മാറ്റി. ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നപ്പോൾ റഷ്യ ഇന്ത്യക്ക് നൽകിയത് വൻ ഡിസ്കൗണ്ടുകളാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം. ഒരു വശത്ത് അമേരിക്കയുമായി ശക്തമായ ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ മറുവശത്ത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം എത്തിക്കാൻ റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ ഉപയോഗിച്ചു. ഇത് വെറുമൊരു കച്ചവടമല്ല, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി അല്ലെങ്കിൽ തന്ത്രപരമായ സ്വയംഭരണാധികാരത്തിന്റെ വിജയമാണ്. ക്രൈംലിൻ വക്താവ് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. വ്യാപാര കരാറുകൾ പഴയതുപോലെ തന്നെ തുടരുകയുമാണ്. പുതിയ ചർച്ചകൾ നിരന്തരം നടക്കുന്നുമുണ്ട്. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് നിർത്തിയാൽ അത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കരുതുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആഭ്യന്തര സുരക്ഷയുടെ പ്രശ്നമാണ്. റഷ്യയുമായുള്ള ഈ ബന്ധം വെറുമൊരു ബിസിനസ് മാത്രമല്ല, ദശാബ്ദങ്ങളായിട്ടുള്ള സൗഹൃദത്തിന്റെ തുടർച്ച കൂടിയാണ്. ഇന്ത്യയെ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായി ഇന്ത്യയെ പിണക്കാൻ ഒരു വൻശക്തിക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വാർത്തകൾ പലതും വരും പോകും, പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ ബന്ധം അത്ര പെട്ടെന്ന് തകരുന്ന ഒന്നല്ല. ക്രൈംലിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ ഒരു കാര്യം ഉറപ്പിക്കുന്നു: മോദി പുടിൻ കൂട്ടുകെട്ട് ആഗോള രാഷ്ട്രീയത്തിൽ ഇനിയും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാമെങ്കിലും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ റഷ്യ ഒരു പ്രധാന പങ്കാളിയായി തന്നെ തുടരും. ഏതായാലും ഈ ബന്ധത്തിൽ നിങ്ങൾ എന്ത് കരുതുന്നു? ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരണോ, അതോ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടിനൊപ്പം നിൽക്കണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.